ഇത് ഗ്രൗണ്ട് ചിക്കൻ ആണ് കേട്ടോ. ഇത് വെച്ച് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് ചിക്കൻ ഡംപ്ലിങ്സ് ആണ്. ഡംപ്ലിങ്സ് എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യവും അവിടുത്തെ കൾച്ചർ അനുസരിച്ച് മാറി മാറി വരും. നമുക്ക് പൊതുവെ അറിയുന്ന ഡംപ്ലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏഷ്യൻ ഡംപ്ലിങ്സ് ആണ്, സൂപ്പ് ഡംപ്ലിങ്സ് അങ്ങനെയൊക്കെ. പക്ഷേ ഈ ഡംപ്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ഒരു ഡോവിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് വെച്ച് സ്റ്റീം ചെയ്തെടുക്കുന്നതിനാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് ഒരു ഡംപ്ലിങ്, അതാണ് നമ്മുടെ കോഴിക്കോട്ട. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഏഷ്യൻ സ്റ്റൈലിലാണ്. അവർക്കാണ് ഇത്തിരി കൂടി ഫ്ലേവർ ഉണ്ട്, നല്ല പ്ലെയിൻ, അതിന് ഉമാമി ഫ്ലേവർ എന്നൊക്കെയാണ് നമ്മൾ പറയുക. ഏഷ്യൻ ഫുഡ്സിൽ കൂടുതൽ കാണുന്നില്ലേ, അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് സാധാ നമ്മുടെ മാവുകൊണ്ടാണ്. അത് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നല്ല കനം കുറഞ്ഞ റാപ്പേഴ്സ് ഉണ്ടാക്കും. അതിൻ്റെ ഉള്ളിലോട്ട് ഫില്ലിങ്സ് ആയിട്ട് നമുക്ക് പോർക്കോ ഷ്രിമ്പോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്തേക്കുന്നത് ചിക്കനാണ്. ചിക്കൻ്റെ കൂടെ ഞാൻ ചേർത്തേക്കുന്നത് ഗ്രീൻ അനിയൻസും കുറച്ച് സോയ് സോസും ചൈനീസ് ക്യാബേജും പിന്നെ കുറച്ച് ചിക്കൻ ബ്രോത്താണ്. ചൈനീസ് ക്യാബേജ് ഇല്ലെങ്കിൽ സാധാ ക്യാബേജ് വെച്ച് നിങ്ങൾ ട്രൈ ചെയ്യാം, കാരണം ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്തിട്ട് സക്സസ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഡംപ്ലിങ്സ് ജസ്റ്റ് ഒന്ന് ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിഭാഗം ഒന്ന് ബ്രൗണിഷ് ആവാനാണ്. അതിനുശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ആ വെള്ളം വറ്റി കഴിഞ്ഞാൽ നമ്മൾ ഡംപ്ലിങ്സ് റെഡി. അപ്പോൾ അതിൽ പല ടെക്സ്ചേഴ്സ് ഉണ്ട്, ഉള്ളിൽ ജ്യൂസിയും പുറത്ത് ക്രിസ്പിയും പിന്നെ ഒന്ന് സ്റ്റീം ചെയ്ത പോലെ. അപ്പോൾ മൊത്തത്തിൽ അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.